നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ 2026 ഒരു പുതിയ നിർമ്മാണ ശക്തിയായി ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇന്ത്യയുടെ കരുത്തിനി ലോക സമ്പദ് വ്യവസ്ഥയെ നയിക്കുമെന്നും റിപ്പോർട്ട്. $80,000 കോടിയുടെ പ്രതിരോധ പദ്ധതികൾക്ക് അംഗീകാരം. പ്രതിരോധ ഓഹരികൾ നിക്ഷേപക റഡാറിലേക്ക്. സെബി ടേക്ക് ഓവർ കോഡ് പരിഷ്കരിക്കും. ചെറുകിട നിക്ഷേപകർക്ക് നേട്ടമെന്നും റിപ്പോർട്ട്. സ്വർണവും വെള്ളിയും 2026 വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ചെമ്പ് നില മെച്ചപ്പെടുത്തുമെന്നും പ്രവചനം. ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ കുതിപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി 8% വർദ്ധിച്ചു. വാർത്തകൾ വിശദമായി. തുടർച്ചയായ 4 ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് അവസാനിച്ചത്. സെൻസെക്സ് 346 പോയിന്റ് ഇടിഞ്ഞ് 84,695.54 വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 100 പോയിന്റ് നഷ്ടത്തിൽ 25,942 ക്ലോസ് ചെയ്തത്. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിപണിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത് 26,000 എന്നൊരു നില കൈവിട്ടുകൊണ്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. 25,951 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ഇന്ന് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. അതായത് കൃത്യം പറഞ്ഞാൽ 89 പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.38% ഇടിവ്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 58,932 എന്നൊരു നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 79 പോയിന്റിന്റെ ഇടിവിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു ട്രേഡിംഗിന്റെ തുടക്ക സമയത്ത് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലോട്ടൊക്കെ ഒരു ട്രേഡിംഗ് കാണിച്ചിരുന്നെങ്കിൽ കൂടി രാവിലത്തെ ഒരു ഇൻട്രാഡേ ഹൈ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിൽ തന്നെയായിരുന്നു ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ നിഫ്റ്റി 50യുടെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കാം. നിഫ്റ്റി 50 സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 17 ഓഹരികൾക്കാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചത്. 33 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിയവാളെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നേട്ടം രേഖപ്പെടുത്തിയ ഓഹരിയിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ സ്റ്റീലാണ്. 1.88% മുന്നേറ്റം ടാറ്റ സ്റ്റീലിൽ ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ടാറ്റ കൺസ്യൂമറിലോട്ട് വരുമ്പോൾ 1.5% മുകളിലേക്ക് ഒരു നേട്ടം ഉണ്ടായിരുന്നു. ഏഷ്യൻ പെയിന്റ്സിലും 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഗ്രാസിം, നെസ്ലെ ഇന്ത്യ, NTPC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എറ്റേണൽ, ബജാജ് ഓട്ടോ, ആക്സിസ് ബാങ്ക് ഇത്തരത്തിലുള്ള ഓഹരികളിലും ഇന്നൊരു നേട്ടം മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി 4 ദിവസവും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ 2026 ഒരു പുതിയ നിർമ്മാണ ശക്തിയായി ലോകത്തിന് മുന്നിൽ പ്രതിഷ്ഠിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ചൈനയുടെ വേഗതയല്ല, മറിച്ച് ഇന്ത്യയുടെ കരുത്താണ് വരുന്ന ദശകം ലോക സമ്പദ് വ്യവസ്ഥയെ നയിക്കുകയെന്നും റിപ്പോർട്ട്. 2025 അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക ചിത്രം അടിമുടി മാറിക്കഴിഞ്ഞു. വെറുമൊരു അസംബ്ലിംഗ് യൂണിറ്റിൽ നിന്ന് ആഗോള സപ്ലൈ ചെയിനിലെ കരുത്തരായ 2ാം നിരയായി ഇന്ത്യ ഉയരുകയാണ്. ഫോർഡ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. LG തങ്ങളുടെ നിർമ്മാണ ശൃംഖലകൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നു. ഇത് വെറും യാദൃശ്ചികമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു വ്യാവസായ വിപ്ലവത്തിന്റെ തുടക്കമാണെന്നും സാമ്പത്തിക ലോകം ചൂണ്ടിക്കാട്ടുന്നു. 2026 അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മുഴുവൻ ഐഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത്. വെറും അസംബ്ലിംഗ് മാത്രമല്ല, ഡിസ്പ്ലേകൾ, ക്യാമറ മൊഡ്യൂളുകൾ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ കൂടി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ശ്രമം. ചിപ്പ് നിർമ്മാണ മേഖലയിലെ ആദ്യഘട്ട പ്ലാന്റുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. ഇത് വെറുമൊരു ഫാക്ടറി നിർമ്മാണമല്ല, മറിച്ച് ഒരു ഹൈടെക് ഇക്കോസിസ്റ്റത്തിന്റെ തുടക്കമാണെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെയും പുനരുപയോഗ ഊർജ്ജത്തിന്റെയും കാലത്ത് ബാറ്ററികളുടെ പ്രാധാന്യവും ഏറുകയാണ്. അപൂർവ ധാതുക്കളുടെ സംസ്കരണവും ബാറ്ററി നിർമ്മാണവും 2026 ഇന്ത്യയിൽ പുതിയൊരു വ്യാവസായ അടിത്തറ സൃഷ്ടിക്കും. അതേസമയം ചൈനയെ വെറുതെ അനുകരിക്കുകയല്ല ഇന്ത്യ ചെയ്യുന്നത്. ലോകം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓട്ടോമേഷന്റെയും പാതയിലാണ്. അതിനാൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സാങ്കേതിക മികവിനും ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു.
ആഗോള രാഷ്ട്രീയം ഇന്ന് ഇന്ത്യക്ക് അനുകൂലമാണ്. ചൈനയ്ക്ക് പകരം വിശ്വസിക്കാവുന്ന ഒരു നിർമ്മാണ കേന്ദ്രം തേടുന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന വിപണി തുറന്നു കിടക്കുന്നു. അമേരിക്കയുമായുള്ള നിർണായക കരാറും മറ്റു രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളും 2026 ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ വലിയ സ്വീകാര്യത നൽകുമെന്നും അവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 80,000 കോടി രൂപയുടെ പ്രതിരോധ പദ്ധതികൾക്ക് അംഗീകാരം നൽകി സർക്കാർ. കരാറിൻ്റെ ഭൂരിഭാഗവും ലഭിക്കുക ഇന്ത്യൻ കമ്പനികൾക്കെന്ന് റിപ്പോർട്ട്. പ്രതിരോധ ഓഹരികൾ നിക്ഷേപ റഡാറിലേക്ക്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഈ വമ്പൻ പ്രപ്പോസലിന് അനുമതി നൽകിയത്. കരവ്യോമ നാവികസേനകളെ അത്യാധുനികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇതിന്റെ ഭൂരിഭാഗവും ആഭ്യന്തര കമ്പനികളിൽ നിന്നാണ് സംഭരിക്കുന്നതെന്നുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിരോധ ഓഹരികൾക്ക് ഇത് വലിയ ഊർജ്ജമാകും. ആർമിക്ക് കരുത്തേകാൻ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, ലോ ലെവൽ റഡാറുകൾ, പിന്നോക്ക റോക്കറ്റ് സിസ്റ്റത്തിനായുള്ള ദീർഘദൂര ഗൈഡ് വെടിക്കോപ്പുകൾ എന്നിവ എത്തുമ്പോൾ നാവികസേനയ്ക്കായി ഹൈ ഫ്രീക്വൻസി റേഡിയോകളും നിരീക്ഷണ ഡ്രോണുകളും സജ്ജമാകും. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ അസ്ത്ര മിസൈലുകളും സ്പൈസ് 1000 ഗൈഡൻസ് കിറ്റുകളും പുതിയ ഓർഡറുകളുടെ പട്ടികയിലുണ്ട്. പ്രഖ്യാപനം പുറത്തു വന്നതോടെ പ്രതിരോധ ഓഹരികൾ ബ്രോക്കറേജുകളുടെയും നിക്ഷേപകരുടെയും റഡാറിലെത്തി. ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്നീ മുൻനിര കമ്പനികൾക്ക് പുറമെ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സെൻടെക് പോലുള്ള കമ്പനികൾക്കും ഈ പദ്ധതിയുടെ നേട്ടം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടേക്ക് ഓവർ കോഡ് പരിഷ്കരിക്കാൻ ഒരുങ്ങി സെബി. നിയമം വരുന്നത് ചെറുകിട നിക്ഷേപകർക്ക് ഗുണകരമാകുമെന്നും റിപ്പോർട്ട്. നിലവിലെ നിയമമനുസരിച്ച് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ടാർഗറ്റ് കമ്പനി അക്വയറർക്ക് വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പുതിയ പരിഷ്കാരത്തിലൂടെ ഓപ്പൺ ഓഫർ വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ പ്രധാന വിവരങ്ങളും ടാർഗറ്റ് കമ്പനി നൽകേണ്ടി വരും. വിവരങ്ങൾ നൽകുന്നതിനും സ്റ്റാറ്റ്യൂട്ടറി അംഗീകാരങ്ങൾക്കായി അപേക്ഷിക്കുന്നതിനും ടാർഗറ്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനായിരിക്കും പ്രധാന ചുമതല. വായ്പാ തിരിച്ചടവിൽ ബോധപൂർവം വീഴ്ച വരുത്തിയവർക്ക് ഇനി മുതൽ മറ്റൊരു കമ്പനിക്കായി ഓഫറുകൾ നൽകാൻ സാധിക്കില്ല. സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ ഇവർക്ക് സാധിക്കില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണിത്. ഓപ്പൺ ഓഫർ കാലാവധി 62 ദിവസത്തിൽ നിന്ന് 42 ദിവസമായി കുറയ്ക്കാനും ശുപാർശയുണ്ട്. അടുത്തിടെ നടന്ന ചില ഏറ്റെടുക്കലുകളിൽ ടാർഗറ്റ് കമ്പനികൾ RBI പോലുള്ള റെഗുലേറ്റർമാരിൽ നിന്ന് അനുമതി തേടാൻ വിസമ്മതിച്ചിരുന്നു. ഇത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അതേസമയം കമ്പനികൾ തമ്മിലുള്ള കോർപ്പറേറ്റ് പോരുകൾ കാരണം ചെറുകിട നിക്ഷേപകരുടെ പണം വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഈ നിയമം വഴി ഒഴിവാകും. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ പഴയ മാനേജ്മെന്റിൽ വിശ്വാസമില്ലാത്ത ചെറുകിട നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ വിറ്റ് ലാഭത്തോടെ പുറത്തുകടക്കാനുള്ള അവസരമാണ് ഓപ്പൺ ഓഫർ. മുൻപ് ടാർഗറ്റ് കമ്പനികൾ വിവരങ്ങൾ നൽകാൻ മടിക്കുന്നത് വഴി ഈ പ്രക്രിയ നീണ്ടുപോകാറുണ്ടായിരുന്നു. പുതിയ നിയമം വഴി വിവരങ്ങൾ നിർബന്ധമായും പങ്കുവയ്ക്കേണ്ടി വരുന്നതോടെ നിക്ഷേപകർക്ക് തങ്ങളുടെ ഓഹരികൾ അക്വയറർക്ക് വിൽക്കണോ വേണ്ടയോ എന്ന് വേഗത്തിൽ തീരുമാനിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണവും വെള്ളിയും 2026 വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ചെമ്പ് നില മെച്ചപ്പെടുത്തുമെന്നും പ്രവചനം. കൃത്യമായ കണക്കുകളുടെ പിന്തുണയോടെയാണ് ഗോൾഡ്മാൻ സാക്സ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 ആഗോള സെൻട്രൽ ബാങ്കുകൾ പ്രതിമാസം ശരാശരി 70 ടൺ സ്വർണം വാങ്ങിക്കൂട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് 2022 മുൻപുള്ള കാലഘട്ടത്തേക്കാൾ 4 ഇരട്ടിയിലധികം. റഷ്യയുടെ കരുതൽ ധനം മരവിപ്പിക്കപ്പെട്ടതിനു ശേഷം രൂപപ്പെട്ട ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സ്വർണത്തെ ഇത്രയേറെ പ്രിയപ്പെട്ടതാക്കുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം 137% റിട്ടേൺ നൽകി വെള്ളിയും നിക്ഷേപകരെ ഞെട്ടിച്ചു. അമേരിക്കയിലെ പലിശ നിരക്ക് കുറയ്ക്കുന്നതും ഇലക്ട്രോണിക് സോളാർ മേഖലകളിലെ ആവശ്യകത വർദ്ധിക്കുന്നതും വെള്ളിക്ക് കരുത്താകും. $1 $100 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വെള്ളി എത്തുമോ എന്നാണ് ഇപ്പോൾ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം വ്യാവസായിക ലോഹങ്ങളിൽ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ചെമ്പിന് ഇത് ഒരു കൺസോളിഡേഷന്റെ വർഷമായിരിക്കും. താരിഫ് നയങ്ങളിലെ അനിശ്ചിതത്വം കാരണം വിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായേക്കില്ലെങ്കിലും AI-യുടെയും പവർ ഗ്രിഡുകളുടെയും വളർച്ച ദീർഘകാലാടിസ്ഥാനത്തിൽ ചെമ്പിന് ഡിമാൻഡ് ഉറപ്പാക്കും. എന്നാൽ ലെഡ് പോലുള്ള മറ്റ് ലോഹങ്ങൾക്ക് വരാനിരിക്കുന്നത് അത്ര ശുഭകരമായ കാലമല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ കുതിപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി 8% വർദ്ധിച്ചു. ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ 8% വർധനവ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിന്റെ കരുത്തിലാണ് കയറ്റുമതി കുതിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ 3ാം വാർഷികമാണിത്. 2026 ജനുവരി 1 മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ തീരുവ 0 ആയിരിക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അധിക നികുതികളില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്യാം.
ഇത് നിരവധി തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വ്യവസായങ്ങൾക്ക് കരാർ നേട്ടമായെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. വ്യാപാര കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും MSMEകൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. നിരവധി വ്യവസായങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൊണ്ടുവന്നതായും ഗോയൽ അഭിപ്രായപ്പെട്ടു. ഇതിൽ ഉൽപ്പാദനം, രാസവസ്തുക്കൾ, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും രത്നാഭരണ മേഖലയുടെയും ബിസിനസ്സിൽ വർധനവ് രേഖപ്പെടുത്തി. 2025 ഏപ്രിൽ മുതൽ നവംബർ വരെ രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി 16% വർദ്ധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വൻ ഡിമാൻഡാണുള്ളത്. പഴങ്ങൾ, പച്ചക്കറികൾ, സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ വ്യാപകമായ വളർച്ചയുണ്ടായി. ഈ കാലയളവിൽ കാപ്പി കയറ്റുമതി പ്രത്യേകിച്ച് ഉയർന്ന വളർച്ച കൈവരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം എളുപ്പമാകുന്നതിന് വ്യാപാര കരാർ സഹായകമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് ഇടിഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,870 രൂപയും പവന് 1,02,960 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,640 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. വെള്ളി വില 260 രൂപയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ 2026 ഒരു പുതിയ നിർമ്മാണ ശക്തിയായി ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇന്ത്യയുടെ കരുത്തിനി ലോക സമ്പദ് വ്യവസ്ഥയെ നയിക്കുമെന്നും റിപ്പോർട്ട്. $80,000 കോടിയുടെ പ്രതിരോധ പദ്ധതികൾക്ക് അംഗീകാരം. പ്രതിരോധ ഓഹരികൾ നിക്ഷേപക റഡാറിലേക്ക്. സെബി ടേക്ക് ഓവർ കോഡ് പരിഷ്കരിക്കും. ചെറുകിട നിക്ഷേപകർക്ക് നേട്ടമെന്നും റിപ്പോർട്ട്. സ്വർണവും വെള്ളിയും 2026 വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ചെമ്പ് നില മെച്ചപ്പെടുത്തുമെന്നും പ്രവചനം. ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ കുതിപ്പ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി 8% വർദ്ധിച്ചു.